ഹായ് ഓൾ അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വ്ളോഗാണ്. ഇവിടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വാലബിളായുള്ള കമൻറ്റ്സ് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അറിയിക്കുക. പുതിയതായിട്ട് കാണുന്ന വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണേ. എങ്കിലും ഞാൻ നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇത് രാവിലെ വന്നിട്ട് രാവിലെ മോന് മദ്രസ്ക്ക് പോകുന്നതാണ്. അപ്പം ഇന്ന് വെള്ളിയാഴ്ചയാണ്, മദ്രസ് ക്ലാസ് ഇല്ല, ഫ്ലവർ ഷോ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതാ മോള് എഴുന്നേറ്റിട്ടേ ഇല്ലായിരുന്നു കേട്ടോ. ഷഹാന മോള്, ആമി മോള് പിന്നെ എൻ്റെ കൂടെ തന്നെ എണീക്കും, നേരത്തെ എണീക്കും കേട്ടോ. എന്നതാ ഒക്കെ ജോലിയും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. അപ്പം മോനെ കട്ടൻ ചായ ഒക്കെ കുടിച്ചിട്ടാണ് പോയത്. അപ്പം അരി വെള്ളത്തിലിട്ടതുണ്ട്, ഇനി അത് അരച്ചൊക്കെ എടുക്കണം ദോശക്ക്. അപ്പം നാഷ്ടം കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നതിന് മുമ്പ് ഞാനിതാ ഇപ്പം പറമ്പിലേക്ക് പോകലാന്ന് കേട്ടോ. അപ്പം ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ പോയതാണ്. അപ്പം ഞങ്ങളുടെ രണ്ടാൾ പറമ്പിലേക്ക് രാവിലെ തന്നെ എന്താ പോയെന്ന് വിചാരിക്കുന്നുണ്ടാവും. ഞങ്ങൾ വായലൊക്കെ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. സ്കൂളിൽ ഓണപ്പരിപാടിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വായല കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതും തപ്പി അങ്ങനെ പോയതാണ്. വീടിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. പക്ഷെ അത് എന്താ പറയുക, നേന്ത്രപ്പഴത്തിൻ്റെ വാഴ ആയതുകൊണ്ട് അതിൽ നില അങ്ങനെ എടുക്കാറില്ല. അപ്പം വേറെ സാധാ വാഴൻ്റെ പൂവമ്പഴത്തിൻ്റെ അങ്ങനത്തൊക്കെ ഉണ്ടോ നോക്കിയിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പം പറമ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പം ഇതവിടെ ഒരു കുളമുണ്ട് കേട്ടോ. ഇവിടെ ഒരു 2 കുളമുണ്ട്. ഇതൊരു കുട്ടിക്കുളമാണ്. പിന്നെ ഇന്നൊന്ന് വലുതാണ് കേട്ടോ. അത് എന്താ പറയുക, മറച്ചൊക്കെ വെച്ചിട്ടുള്ള കാര്യം, കോട്ടേഴ്സിലേക്കും കാര്യങ്ങളിലേക്കെല്ലാം വെള്ളം എടുക്കുന്നത് അവിടെ നിന്നാണ്. ഇത് പറമ്പ് വേറെ ആരതോ വന്നിട്ടാണ്. അപ്പം ഞങ്ങളങ്ങനെ ഞങ്ങൾ ഓണറിൻ്റെ തന്നെ പറമ്പിലേക്ക് അങ്ങനെ ഇറങ്ങിയതാണ്. നോക്കുമ്പോൾ ഏകദേശം എല്ലാം നേന്ത്രവാഴയൊക്കെ ആയിട്ട് തോന്നുക. അപ്പം ഞങ്ങളങ്ങനെ ഇറങ്ങി വേറെ ആരതോ പറമ്പിലാണ് വാഴയില കിട്ടിയത്. അവസാനം അതും അങ്ങനെ പറിച്ച് അങ്ങനെ പിന്നെ വീട്ടിലേക്ക് പോയിട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ രാവിലെ തന്നെ തണ്ടിയിട്ട് വായലൊക്കെ സംഘടിപ്പിച്ചു. എനിക്കും 2 കുട്ടികളുണ്ട്, അവൾക്കും 2 കുട്ടികളാണ്. അപ്പം 2 പേർക്കും കൂടെ ഒരാൾക്ക് 2 എണ്ണം വീതം കൊടുത്തയക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ 2 പേർക്കും കൂടെ ഒരു 3 വായല വെട്ടി അങ്ങനെ പോകുകയാണ് കേട്ടോ. ഉള്ളതും കൊണ്ട് അഡ്ജസ്റ്റ് ആക്കുക, എല്ലാവർക്കും തികയായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ പോവുകയാണ്. അപ്പം ഞാൻ വലിയൊരു കുളമുണ്ടെന്ന് പറഞ്ഞില്ല, അത് ഇവിടെയാണ് കേട്ടോ. ഈ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വലിയൊരു കുളമാണത്, മറച്ചൊക്കെ വെച്ചിട്ടാണുള്ളത്. അപ്പം അതിൽ നിന്നാണ് കോട്ടേഴ്സിലേക്കും കാര്യങ്ങളിലേക്കെല്ലാം വെള്ളം എടുക്കുക. അത് വായലൊക്കെ ഒന്ന് വാട്ടി കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഇന്ന് മൊത്തത്തിലൊന്ന് വൈകിയൊരു ദിവസമാണ്. പറമ്പിലേക്കൊക്കെ ഇറങ്ങിയിട്ട് നാഷ്ടമൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അരിയൊക്കെ കഴുകി അരക്കാൻ നിൽക്കുന്ന സമയത്തായിരുന്നു ഇങ്ങനെ എന്തായാലും വായല വേണമല്ലോ, വായല വെട്ടിയിട്ട് വരാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയത്. അപ്പം വായല വെട്ടലൊക്കെ കഴിഞ്ഞിട്ട് വേണം അരിയൊക്കെ അരച്ച് ദോശയൊക്കെ ചുട്ടിട്ട് മക്കൾക്കൊക്കെ കൊടുക്കാൻ. എന്നതിന് ശേഷം വേണം മക്കളൊക്കെ റെഡിയാക്കി വിടാൻ വേണ്ടിയിട്ട്. അപ്പം ഇന്ന് ഓണപ്പരിപാടിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ചൊന്ന് എന്താ പറയുക, ഒരുക്കിയിട്ടൊക്കെ ആണ് എല്ലാവരും വിടുക. മോളെടുത്ത് ഓണത്തിൻ്റെ പോലെ ഒരു എന്താ പറയുക, പാവാടയും ബ്ലൗസൊക്കെ വരുന്ന ആ ഒരു ടൈപ്പ് ഡ്രസ്സ് ഉണ്ട് കേട്ടോ. അപ്പം അത് കുറച്ചൊക്കെ ചെറുതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നോർമലൊരു ഉടുപ്പ് തന്നെ ഇട്ടിട്ട് വിടാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഇതാ ദോശയൊക്കെ ചുട്ട് മക്കൾക്കൊക്കെ കൊടുത്തിട്ടോ. മക്കളൊക്കെ കഴിപ്പിച്ച് പിന്നെ അത് വായലൊക്കെ വാട്ടിയിട്ട് വെച്ചിട്ടുണ്ട്. മുട്ടക്കറിയാണ് കേട്ടോ ദോശയ്ക്ക്. അപ്പം അതൊക്കെ കൊടുത്ത് ബാക്കി ദോശ കുറച്ച് ബാറ്ററൊക്കെ ഞാൻ മാറ്റി വെച്ചായിരുന്നു കേട്ടോ. ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ട് അവസാനമാകുമ്പം സമയം കിട്ടിയില്ല. വെള്ളിയാഴ്ച പെട്ടെന്ന് തന്നെ 9 മണിയൊക്കെ ആകുമ്പം സ്കൂൾ വണ്ടി വരും കേട്ടോ. അപ്പം സാധാരണ ദിവസങ്ങളിൽ 9:30 ആകുമ്പോഴാണ് വരിക. ഇന്ന് 9 മണിക്ക് തന്നെ വരും. അപ്പം അപ്പോഴത്തേക്കും റെഡിയാവും വേണം. അങ്ങനെയൊക്കെ ആയിട്ട് മൊത്തത്തിൽ ലേറ്റായൊരു ദിവസമായിരുന്നു. അവസാനം പടഞ്ഞ് മൊത്തത്തിലൊന്ന് സെറ്റാക്കിയിട്ട് അപ്പം മക്കൾക്ക് കൊടുക്കാനുള്ള ദോശ മാത്രം ചുട്ടെടുത്ത് ബാക്കി ബാറ്ററൊക്കെ അങ്ങനെ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടോ. മക്കൾ പോയി കഴിഞ്ഞതിനുള്ള ശേഷം ബാക്കിയാണെങ്കിൽ ചുട്ടെടുക്കാമെന്നൊക്കെ വിചാരിച്ചു. ഇത് അവസാനം മോളൊക്കെ റെഡിയാക്കി, മോനെയും റെഡിയാക്കിയിട്ട് നിർത്തിയിട്ടുണ്ട്. ഇനിയിപ്പം വണ്ടി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ആക്കലാണ് കേട്ടോ.
ഷൂ കാണുന്നില്ലേ? എന്താക്കല്? അവിടെ ഉണ്ടാവും നോക്ക്. അവിടെ എവിടെങ്കിലും ഉണ്ടാവും. എവിടെ വെച്ചേ? എവിടെ വെച്ചേ? ഷൂ അവിടെ കഴിച്ചിട്ടെ. എവിടെ പോയി? ഇത് ഉച്ചക്കേക്ക് മീൻ കറി ഉണ്ടാക്കലാണ് കേട്ടോ. അപ്പം മറ്റുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ ചടപടി നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഗ്യാപ്പിലാണ് കറിയും കൂടി ആക്കുന്നത്. വാഷിംഗ് മെഷീനിൽ ഡ്രസ്സൊക്കെ അലക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ വീട്ടിലെ ജോലിയും കാര്യങ്ങളൊക്കെ മക്കൾ പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എടുത്തിന്. കറിക്ക് അയിലമീനാണ് കേട്ടോ കിട്ടീന്. അപ്പം അതും ഇനി നന്നാക്കാൻ വേണ്ടിയിട്ടുണ്ട്. ആദ്യം അതിൻ്റെ ഗ്രേവി ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അയില പിന്നെ പെട്ടെന്ന് നന്നായി കിട്ടുമല്ലോ, ക്ലീനിങ് ഒക്കെ പെട്ടെന്ന് കഴിയുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്, വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഗ്യാപ്പിൽ ഞാൻ നല്ല വെയിൽ ഇരുന്നു കേട്ടോ മുറ്റത്തൊക്കെ. അപ്പം കുറച്ച് മുളകൊക്കെ ഉണക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ബാക്കി മുളകൊക്കെ ഇങ്ങനെ വെയിലത്തൊക്കെ ഇട്ട് ഉണക്കിയെടുക്കലാന്ന് കേട്ടോ. അത് കാശ്മീരി ചില്ലി മുളകും പിന്നെ എരിവുള്ള മുളകും ഒക്കെ സെപ്പറേറ്റാന്ന് ഞാൻ ഉണങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിന്. അപ്പം അടുക്കള കിച്ചന് ജോലിയും കഴിഞ്ഞു, ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതാ നമ്മുടെ അയിലക്കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അമിത ഒരു ദോശയും പ്ലേറ്റിലിട്ടിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. കറിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യലാന്ന്. മോൾക്ക് ഏത് നേരം ദോശ കിട്ടിയാലും കൈക്കൂട്ടാൻ ഭയങ്കര ഇഷ്ടമാണ്. സഹലും ഷാനൊക്കെ അങ്ങനെ 3 പേരും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഏത് സമയത്ത് നാസ്റ്റ കിട്ടുകയാണെങ്കിലും കഴിക്കും. ഭയങ്കര ഇഷ്ടമാണ് നാസ്റ്റ കഴിക്കാൻ വേണ്ടിയിട്ട്. ചോറ് കഴിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. ഞാൻ നിർബന്ധിച്ചിട്ടൊക്കെ കഴിപ്പിക്കലാന്ന്. മോള് ദോശയും തിന്നിട്ട് അങ്ങനെ ഉറങ്ങിയിട്ടോ. അപ്പോഴത്തേക്കും മക്കൾ സ്കൂളിൽ നിന്ന് വന്നു. ഇന്ന് ഓണപരിപാടി എന്ന് പറഞ്ഞില്ലായിരുന്നു. അപ്പം ഉച്ചവരെ ഉള്ളൂ. അപ്പം മക്കൾ വന്നിട്ടുണ്ട്. ഓണസദ്യയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പായസം ഒക്കെ ഉണ്ടായിരുന്നു. മക്കളെ സ്കൂൾ വിട്ട് നിന്ന് കഴിഞ്ഞാൽ മോള് ഉറക്കമൊക്കെ തീരും കേട്ടോ. വേറെ ഒച്ചപ്പാടിൽ പെട്ടെന്ന് തന്നെ എണീക്കും. പിന്നെ ഉറക്കം ശരിയാവാതെ ബഹളവും വാശിയും കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. അത്ര ഞാൻ ഇവരെ സൈലൻ്റാക്കിയിട്ട് നിർത്തിയിട്ടുണ്ടെങ്കിലും ഇവരെന്തായാലും ഒച്ചപ്പാടുണ്ടാക്കും. അപ്പം ഈ ഒരു കുട്ടി വ്ളോഗ് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പം ഒരു ഇമോജെങ്കിലും കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ വ്ളോഗിലൊക്കെ കാണുന്നത് വരെ ഇൻഷാ അല്ലാഹ് ടേക്ക് കെയർ. ബൈ. അസ്സലാമു അലൈക്കും.